വചനം വീഴുമ്പോൾ നല്ല നിലത്ത് വീണ് ഹൃദയങ്ങളെ അത് ചലിപ്പിക്കുവാൻ, ചിന്തിപ്പിക്കുവാൻ, ചൈതന്യപ്പെടുത്തുവാൻ, വചനം കേട്ട് ചെയ്യുന്നവരായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. തിരുകൃപ പകരണം. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം. ദൈവമുള്ള പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശാന്തമായിരിക്കാം. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദൈവ വചനത്തിലേക്കാണ് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിത ബന്ധങ്ങളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്ന, ഊട്ടിയുറപ്പിക്കുന്ന, ചൈതന്യപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയും ദൈവത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ, അതോ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വചനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണ്. ഇന്ന് പോർഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ ഈ സുവിശേഷ യോഗം നടക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ കുടുംബം, സരാഫാത്തിലെ വിധവയുടെ കുടുംബം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ദൈവം തന്റെ മക്കളെ ജീവിതത്തിൽ ഏതവസ്ഥയിലും പോറ്റുന്നു, പുലർത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. ദൈവം തന്റെ മക്കളെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും പോറ്റുന്നു, പുലർത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. അതിന് പ്രവാചകന്റെ മുതൽ തുടങ്ങുന്ന ആരംഭം കുറിക്കുന്ന ഈ വചനം നമ്മുടെ ജീവിതങ്ങളിൽ ഏറെ ഒരു ശക്തിയും പ്രചോദനവും ആത്മധൈര്യവും വർദ്ധിപ്പിക്കുകയാണ്. യിസ്രായേൽ ആഹാബ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ഏലിയാവ് വളരെ ദാർശനിക ബോധവും തീക്ഷ്ണതയും ദൈവിക ശക്തിയും കൃപയും നിറഞ്ഞ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആഹാബ് ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് പലരും ജീവിതത്തിൽ തരണം ചെയ്തുകൊണ്ട് ശോധനകളുടെ മധ്യത്തിൽ ഏലിയാവ് ആയിരുന്നുവെങ്കിലും തന്റെ മക്കളെ ദൈവം ഏത് അർത്ഥങ്ങളിലും ഏത് ശോധനകളിലും നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഏലിയാവ് ഒരു പ്രവാചകനാണ്. അപ്പോൾ നാം ചിന്തിക്കും, ദൈവത്തിന്റെ പ്രവാചകന് ഇത്രയേറെ ഒരു കരുതൽ ദൈവത്തിന് ഒരുക്കുവാൻ കഴിയുമോ എന്ന്. കഴിയും. ഒരു പ്രവാചകൻ മാത്രമല്ല, നാം അതുപോലെ ഒരു തരത്തിൽ ദൈവ സാന്നിധ്യത്താൽ മുദ്രയിടപ്പെട്ട ദൈവം സ്നേഹിക്കുന്ന മക്കളാണ്. ആ പ്രവാചകന്റെ ലഭിച്ചതായ കൃപ എനിക്കും നിങ്ങൾക്കും ധാരാളമായ ജീവിതത്തിൽ ദൈവത്തിൽ നേടുവാനും അനുഭവിക്കുവാനും കഴിയും. പക്ഷേ ഒരു ചെറിയ വ്യവസ്ഥകളും കണ്ടീഷനൊക്കെ നമുക്കുണ്ട്. എങ്ങനെയെങ്കിലും നമ്മൾ ജീവിച്ചാൽ, എങ്ങനെയെങ്കിലുമൊക്കെ ആയിരുന്നാൽ ഈ കൃപകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ കഴിയില്ല. ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയില്ല. പക്ഷേ ഏലിയാവ് അത്രത്തോളം ദൈവമായിട്ടൊരു സമർപ്പണവും അടുത്ത ഇന്റിമസിയും ബന്ധവും ഉണ്ടായിരുന്നു. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ദൈവവുമായുള്ള ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ഏകയുടെയും ഡിജിറ്റൽ യുഗത്തിന്റെയും കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ദൈവം ആരെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് അനേക ജീവിതങ്ങളിൽ ഉയർന്നു പൊന്തി നിൽക്കുകയാണ്. ഒരിക്കൽ മുകൾ തട്ടിൽ ഇരിക്കുന്ന ഒരു പണിക്കാരന് താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കണം. അദ്ദേഹം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉയരത്തിൽ നിന്ന് ശൂശു എന്നൊക്കെ വിളിച്ചിട്ട് ഈ താഴെ നിൽക്കുന്നവൻ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ആ വിളി കേൾക്കുന്നില്ല. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഒരു കൊച്ചു നാണയം ഉണ്ടായിരുന്നു, ഒരു 5-20 നാണയം. ഈ നാണയം എടുത്ത് ഇദ്ദേഹത്തിന്റെ നേരെ താഴേക്ക് ഇട്ടു. അപ്പോൾ ഈ നാണയം അദ്ദേഹം വീഴുന്നത് കണ്ടു, തറയിൽ കിടക്കുന്നത് കണ്ടു. ഈ നാണയം എടുത്ത് പോക്കറ്റിലിട്ട് അദ്ദേഹം വീണ്ടും മുകളിലേക്ക് നോക്കാതെ ഇങ്ങനെ മാറിപ്പോവുകയാണ്. എന്നിട്ടും എന്താണ് ഈ ഉപാധി? ഇദ്ദേഹം ഒന്ന് മുകളിലേക്ക് നോക്കാൻ അദ്ദേഹം പണിതുകൊണ്ടിരുന്ന ഒരു കൊച്ച് ഇഷ്ടിക അല്പം മുറിച്ചെടുത്ത് അതിന് കുറച്ച് ഭാഗം ഇദ്ദേഹത്തിന്റെ ശരീരത്തിലോട്ടിട്ടു. അപ്പോൾ ഒരു ഇഷ്ടിക കഷ്ണം നമ്മുടെ ശരീരത്തിൽ വീണാൽ എന്ത് സംഭവിക്കും? മുറിയല്ലേ? മുറിയത്തില്ലേ? മുറിയും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണപ്പോൾ ആ ശരീരത്തിൽ അല്പം ഒരു മുറിവുണ്ടായി. ആ ഈ മുറിവുണ്ടായപ്പോഴാണ് അദ്ദേഹം മുകളിലേക്ക് നോക്കിയത്. പ്രിയമുള്ളവർ, ഇതുപോലെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില നന്മകളൊക്കെ നമ്മെ തന്നു നോക്കുകയാണ്. അങ്ങനെയെങ്കിലും എന്നെ നോക്കട്ടെ, കർത്താവ് സാക്ഷ്യമായി ജീവിക്കട്ടെ. എങ്കിലും ആ നന്മകളൊക്കെ വാങ്ങി നമ്മൾ അനുഭവിച്ച് ദൈവം ആരെന്നിങ്ങനെ ചില ചോദ്യങ്ങളോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അപ്പോഴാണ് അപ്രതീക്ഷിതമായി ശരീരത്തിൽ വേദന. അപ്പോൾ ആശുപത്രിയിൽ പോകാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്തിരി പ്രഷർ രൂക്ഷമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഒരു സർജറി ഒക്കെ ആവശ്യമായി വരും, അതൊരു ഇത്തിരി ക്രിട്ടിക്കലാണ്, ഇത്തിരി പ്രശ്നമാണ്. അപ്പോഴായിരിക്കും നമ്മളിവിടെ നോക്കുന്നത്, കർത്താവേ എനിക്കൊരു സൗഖ്യം തരണമേ, എനിക്കൊരു വിടുതൽ തരണമേ,
കർത്താവിനെ അതുവരെ വിളിക്കാതെ നമ്മളെല്ലാവരും ധാരാളമായി വിളിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് സന്തോഷം തരുമ്പോൾ, എല്ലാ നന്മകളും തരുമ്പോൾ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് ഏലിയാവിനെ ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ കുടുംബങ്ങളുടെ ജീവിത പശ്ചാത്തലമൊക്കെ വളരെ വ്യത്യസ്തമാണ്. സാഹചര്യങ്ങളല്ല ഇവിടെ പ്രധാനം. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എത്ര അടിസ്ഥാനത്തോടോ സാമ്പത്തിക വ്യവസ്ഥയോടോ അല്ലെങ്കിൽ നല്ല പ്രൗഢിയോടോ നമുക്കൊന്നിനും കുറവില്ലാതെ ജീവിക്കുന്നു എന്നല്ല അർത്ഥം. നമ്മൾ സാധുക്കളായി ജീവിക്കുമ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും കഷ്ടതകൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതം നല്ല അഭിവൃദ്ധി എന്ന് ചിന്തിക്കുമ്പോഴും സന്തോഷം ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴും നമ്മളൊന്നും ഓർക്കണം, കർത്താവേ, എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അപ്പന്റെ ദാനമാണ്. വേദനിക്കുന്നവരും സാധുക്കളും നിരാലംബരും ഒന്നുമില്ലാതെ ഇരിക്കുന്നവരും പ്രാർത്ഥിക്കരുത്, ദൈവമേ എന്റെ ജീവിതത്തിൽ നിത്യവൃത്തി നൽകി എന്റെ കുടുംബത്തെ ഭംഗിയായി പോറ്റുവാനുള്ള കൃപ എനിക്ക് തരണമേ. അപ്പോൾ ദൈവം എപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചാൽ നാം ദൈവത്തെ ഭയപ്പെടുമ്പോഴാണ്. ഭക്തനായ ദാവീദ് 63-ാം സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുന്നു, നിങ്ങളെ ഭയപ്പെടുന്ന നാളിൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ദൈവത്തെ ഭയപ്പെടുന്ന നാളിൽ കർത്താവിൽ ആശ്രയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ചില കുടുംബങ്ങൾക്ക് വരുമാനങ്ങൾ വളരെ കുറവായിരിക്കും. ചില കുടുംബങ്ങളിൽ 2 വരുമാനം കാണും, ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി കാണും. എങ്കിലും അവരും ദൈവത്തിന് നന്ദി പറയണം. കർത്താവെ, ഒരു 2 ജോലി നൽകി, 2 പേർക്ക് ജോലി നൽകി, മക്കളെയൊക്കെ നന്നായി പഠിപ്പിക്കാൻ ദൈവം കൃപ നൽകി, നന്ദി കർത്താവെ എന്ന് പറയണം. അവിടെ നമുക്ക് നൽകിയ ഈ ഉയർച്ചകളിൽ നന്മകളിൽ നമ്മൾ അഹങ്കരിക്കുകയോ എനിക്കെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതികളെ മാറ്റി, കർത്താവെ, നീ തന്ന സകല ദാനങ്ങൾക്കും നന്മകൾക്കും നന്ദി എന്ന് പറയാനുള്ളൊരു വലിയ മനോധൈര്യം, ഒരു ആത്മധൈര്യം, പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് 1 പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരല്ല, അയ്യോ ആ വീട്ടിലുള്ള ആ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ, എന്റെ വീട്ടിലില്ലല്ലോ, ആ വീട്ടിലുള്ളതൊന്നും എന്റെ വീട്ടിലില്ലല്ലോ, അവിടെ കഴിക്കുന്ന ഭക്ഷണമൊന്നും എന്റെ വീട്ടിലില്ലല്ലോ, അവിടെയുള്ള വാഹനം എന്റെ വീട്ടിലില്ലല്ലോ, അവൻ ഒരു നിലയോ 2 നിലയോ മനോഹരമായ വീട് വെച്ച് വാർക്കുന്നു, എനിക്കൊരു ചെറ്റക്കുടിലല്ലേ ഉള്ളൂ, എനിക്കൊരു ഓല മേഞ്ഞ വീടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഓടിട്ട വീടല്ലേ ഉള്ളൂ, അയ്യോ ഒരു ഷീറ്റിട്ട വീടല്ലേ ഉള്ളൂ. നമ്മൾ ആരുമായി താരതമ്യം ചെയ്യരുത്, ഓരോരുത്തരുമായി താരതമ്യം ചെയ്ത് വിശ്വാസ ജീവിതം നമ്മൾ മുന്നോട്ട് പോകരുത്. നമുക്ക് എന്ത് തന്നിരിക്കുന്നോ അവയെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ, അവയെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, അവർക്ക് ദൈവവിചാരം ഇല്ല, അവർ ദൈവഭയമില്ല, ഇന്നത്തെ ദൈവം അവരെ ഉയർത്തുന്നല്ലോ, അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമുക്കുള്ളതിനെ എങ്ങനെ ദൈവകൃപയാൽ വർദ്ധിപ്പിക്കാം, നമുക്കുള്ളതിനെ എങ്ങനെ അധികമാക്കാം, എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിന് നമുക്ക് ദൈവത്തിന്റെ കൃപ എങ്ങനെയൊക്കെ അന്വേഷിക്കാം എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മളൊന്നും ഓർക്കണം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സമ്പത്തില്ല, ആരോഗ്യമില്ല, എന്റെ ജീവിത പശ്ചാത്തലങ്ങൾ, എന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ ശോചനീയമാണ്, മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയല്ല, ഇങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാതെ, ഇതെല്ലാം ഈ നെഗറ്റീവ് എനർജി ശത്രുവാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ആക്കുന്നത്, വിശ്വാസത്തിൽ ഉറയ്ക്കാൻ നമ്മെ സഹായിക്കാതാക്കുന്നതെല്ലാം ശത്രുവിന്റെ ഒരു ആയുധമാണ്. അപ്പോൾ ശത്രുവിന്റെ ആയുധങ്ങളിൽ പരിഭവപ്പെട്ട് അവയെ നമ്മുടെ ജീവിതത്തെ ഒരു താളടിയാക്കി മാറ്റാതെ, എനിക്കൊരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമാണ്. ചിലപ്പോൾ വീട്ടിൽ സാഹചര്യം വളരെ പരിതാപകരമായിരിക്കും, എങ്കിലും നമ്മൾ പറയണം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഭക്തനായ ദാവീദ് 55-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരമാണ്,